പിന്നെ കണ്ടവൻ്റെ ലൈഫിൽ കയറിയിട്ട് ഇങ്ങനെ മോശം മാത്രം കമൻറ്റുകൾ എഴുതാനായിട്ടിരിക്കുന്ന കുറേ കമൻറ്റുകളുണ്ട്. അവന്മാരോടും കൂടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത്. പണിയെടുക്കേണ്ട സമയത്ത് പണിയെടുക്കുക, സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കുക. അതിപ്പോൾ ഉമ്മറ ഭാഷ പറഞ്ഞാൽ കൊണയടിക്കാനുള്ള സമയത്ത് അങ്ങനെ കൊണയടിക്കാനാണ് എനിക്ക് തോന്നുന്നതെങ്കിൽ ഞാൻ കൊണയടിക്കും. കുശുമ്പും കുന്നായ്മയാണ് മുഴുവനും. ഒരുത്തൻ രക്ഷപ്പെട്ട് വരുമ്പോൾ എങ്ങനെയും എൻ്റെ കാര്യം മാറ്റി വെച്ചിട്ടാണേലും അവനെ അങ്ങ് താഴ്ത്തണം. അതാണ് എൻ്റെ പ്ലാൻ. അതാണ് ഇവിടുത്തെ ഒരു ചിന്താഗതി. പൈസ ഉണ്ടോ, പദവി ഉണ്ടോ, ഇല്ലെങ്കിൽ ഏതെങ്കിലും പദവി ഉള്ളവനായിട്ട് ഹോൾഡ് ഉണ്ടോ എങ്കിൽ കാര്യം നടക്കും. അതായത് ഈ പണിയെടുക്കുന്നവനൊരു പെണ്ണ് കിട്ടിയടാ. ചിലന്മാർക്കെതിരെ പ്രതികരിച്ച് ഞാൻ അങ്ങ് മടുത്ത്. പോലീസുകാർക്കും അവർ പണിയെടുക്കുന്നുണ്ട് എന്ന് കാണിക്കാനായിട്ടുള്ളൊരു അവസരമാണത്. അപ്പോൾ അതിനായിട്ട് പ്രോപ്പർ പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടിയിട്ടുള്ള പോലീസിങ് എന്താണെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഒരു അങ്കിള്, അതായത് നല്ല പ്രായമുള്ളൊരു മനുഷ്യൻ എന്നെ ഓടിച്ച് ആട്ടി വിടാൻ നോക്കി. രോഹിത് ഇപ്പം ബിസിനസ്സിൻ്റെയും അതേപോലെ തന്നെ രോഹിത്തിൻ്റെ പേഴ്സണൽ ലൈഫിൻ്റെയും രണ്ടായിട്ട് കാണാൻ പറ്റിയ ഒരുപാട് ആൾക്കാരുണ്ട് സമൂഹത്തിൽ രോഹിത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളവർ ഇനി കൂടുതൽ വർക്കുകൾ രോഹിത്തിന് തരുവാണെന്നുണ്ടെങ്കിൽ രോഹിത്തിന് കൂടുതൽ സ്റ്റാഫ് അല്ലെങ്കിൽ സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് തൊഴിൽ കൊടുക്കാം. ഈ ഒരു രീതി രോഹിത് അത് ഇപ്പൊ രോഹിത് കമ്മിറ്റ് ചെയ്ത കാര്യം രോഹിത് ചെയ്യുമോ? അങ്ങനെ തന്നെയാണ് എൻ്റെ ഈ മൈൻഡിലുള്ളൊരു സംഭവം. ഇപ്പൊ ബ്രോ പറഞ്ഞതിനകത്ത് ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോഴും ഗ്രീൻ ഹൗസിന് വർക്കുകൾ, ഇപ്പോൾ പണ്ടത്തെ അത്രയും വർക്കുകൾ ഇല്ലെങ്കിലും കുറേശ്ശെ നമുക്ക് വർക്കുകൾ കിട്ടുന്നത് ഗ്രീൻ ഹൗസായിട്ട് മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. പല ആൾക്കാരും ഇപ്പം ഒരു പ്രശ്നേഷ് അവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു പേടിയിലല്ല, അവർക്കറിയാം എന്തുകൊണ്ട് ഞാൻ ഈ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളത്. പിന്നെ ഗ്രീൻ ഹൗസിൻ്റെ കാര്യത്തിൽ ഗ്രീൻ ഹൗസ് പക്കയാണ് എന്നുള്ളൊരു ബോധ്യം ഉള്ളതുകൊണ്ടാണ് ആ ഒരു വിശ്വാസത്തോടെ പല ഫാമിലീസും നമ്മളെ വർക്ക് ഏൽപ്പിക്കുന്നത്. ചില വീടുകളിൽ എന്തൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ, എടാ മോനെ നീ വരുമ്പോഴത്തേക്ക് ഞാൻ അവിടെ ഇല്ലേലും വിഷയമാക്കണ്ട, വീട് ഞാൻ തുറപ്പിച്ചു തന്നോളാം, ബാക്കി കാര്യം നീ ഡീൽ ചെയ്തോ. ആ ഒരു വിശ്വാസം, ആ ഒരു സംഭവമാണ് നമ്മളിവിടെ ആ ഒരു സംഭവമാണ് എനിക്ക് തോന്നുന്ന ഗ്രീൻ ഹൗസിന്റെ ഇത്രയും നാളത്തെ യാത്രയിലെ ഏറ്റവും വലിയ സമ്പാദ്യം അത് തന്നെയാണ്. ആ ഒരു ട്രസ്റ്റാണ്. രോഹിത്തെ, ഇപ്പൊ നമ്മുടെ കേരളത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പൊ 100 പേരുണ്ടെങ്കിൽ 50 കുട്ടികളും അവന്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് വിദേശത്തോട്ട് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഠിക്കാനെന്നുള്ള രീതിയിൽ പോകുന്നു, അവിടെ ചെറിയ ചെറിയ പാർട്ട് ടൈം ജോലികൾ ചെയ്യുന്നു, അവൻ അവിടെ എങ്ങനെയെങ്കിലും സെറ്റിൽഡാണ്. അപ്പോൾ നമ്മുടെ കേരളം എന്ന് പറയുന്ന ഒരു വലിയൊരു മാർക്കറ്റാണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഇവർക്കൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൂടാ, അല്ലെങ്കിൽ ഇവിടെ ഒരു ജോലി കണ്ടുപിടിച്ചുകൂടാ? അതിൻ്റെ രോഹിതിൻ്റെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ കേരളം മാത്രം നോക്കുമ്പോഴായാലും ഇന്ത്യ മുഴുവനായിട്ട് നോക്കുമ്പോഴായാലും ബിസിനസ്സിനുള്ളൊരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് അത് ഭയങ്കര ഹ്യൂജാണ്. അപ്പം നമ്മൾ പുറത്ത് പോയി ഒരു കാര്യം ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഒന്നാമത്തെ കാര്യം നമ്മൾ ഇവിടെ ജനിച്ചു വളർന്നവരാണ്. അപ്പം നമുക്കിവിടെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കുറച്ച് അധികമാണ്. ഒരു ബിസിനസ് തുടങ്ങുമ്പോഴല്ല, അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ അനുവദിക്കാത്തത്. ഇവിടെ അപ്പോഴത്തേക്കും പൊളിറ്റിക്സ് വരും, അതിനകത്ത് നോക്കൂലി ചാക്കൂലി എന്ന് പറഞ്ഞിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. നിയമത്തിൻ്റെ രീതിയിൽ മാക്സിമം ഉപദ്രവിക്കാൻ വരും. അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കോമ്പറ്റീറ്റർ ഉള്ളൊരു ഫീൽഡ്, എല്ലാ ഫീൽഡിലും കോമ്പറ്റീറ്റർ ഉണ്ട്. ഇപ്പോൾ കോമ്പറ്റീഷൻ ഉള്ള സ്ഥലത്ത് നമ്മളൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് ബെറ്റർ സർവീസും ബെറ്റർ ക്വാളിറ്റി നമ്മളെ കൊണ്ട് പറ്റണ പോലെ നല്ല രീതിയിൽ കൊടുത്തു പോകുമ്പോഴത്തേക്കും അപ്പുറത്തേക്കുന്നവൻ മാക്സിമം ഒരു കേസോ കാര്യങ്ങളോ എന്തേലും ആയിട്ടൊരു പണി തരാൻ നോക്കും. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റക്കായി പോകും, എന്ന് വെച്ചാൽ പെട്ടുപോകും. അത് നമ്മൾ തെളിയിച്ചെടുത്ത് കോടതിയിൽ പോയി വാദിച്ച് ജയിച്ചൊക്കെ വരുമ്പോഴത്തേക്കും ജയിക്കാൻ പറ്റുമായിരിക്കാം, പക്ഷെ അപ്പോഴത്തേക്കും വരുന്ന ചിലവുകൾ, അത്രയും നാൾ നമ്മുടെ കമ്പനി പട്ടണിയായി പോണത്, സ്റ്റക്കായി പോണത്, ഇതിനൊന്നും പ്രത്യേകിച്ച് നഷ്ടപരിഹാരമോ ന്യായമോ നീതിയൊന്നും ഇല്ല. അതുകൊണ്ടാണ് പിള്ളേർ വെളിയിൽ പോണതും രക്ഷപ്പെടുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. തിരക്കിയും പിടിച്ചൊക്കെ പോവുക, ചെന്ന് പോയി പെടാണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. അല്ലാണ്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണവൻ്റെയൊക്കെ രക്ഷപ്പെട്ടു പോകൂ എന്നേ പറയുന്നുള്ളൂ. കാരണം ഇവിടെ നിന്ന് ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം, ഇതിനകത്തുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ. കാരണം കഷ്ടപ്പാടാ, കുശുമ്പും കുന്നായ്മയാണ് മുഴുവനും. ഒരുത്തൻ രക്ഷപ്പെട്ട് വരുമ്പോൾ എങ്ങനെയും എൻ്റെ കാര്യം മാറ്റി വെച്ചിട്ടാണേലും അവനെ അങ്ങ് താഴ്ത്തണം. അതാണ് എൻ്റെ പ്ലാൻ. അതാണ് ഇവിടുത്തെ ഒരു ചിന്താഗതി. ഇപ്പം രോഹിത്തിൻ്റെ ഇപ്പോഴത്തെ കുറേ സോഷ്യൽ മീഡിയയിൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതെല്ലാം രോഹിത്തിനെ ബാധിച്ചിട്ടുമുണ്ട്. രോഹിത്തിന് പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ടോ? എനിക്ക് പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുള്ളത് കൊച്ചിലെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അച്ഛനിട്ടേച്ച് പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഞാനാണ് പണിയെടുത്ത് എൻ്റെ കാര്യങ്ങൾ മാത്രമല്ല എൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഞാൻ ഡീൽ ചെയ്തത് സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പട്ടിണി അങ്ങനെ അത്രയും ബുദ്ധിമുട്ട് വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഫുഡും കൊണ്ട് നമ്മൾ ഓടുന്ന സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കാണ്ടായിരിക്കും ആ ഒരു പീക്ക് ടൈമിൽ കിടന്ന് ഓടുന്നത്. സ്വിഗ്ഗിയൊക്കെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് എന്നുവെച്ചാൽ
ശനി ഞായർ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ബാക്കി ദിവസം നമുക്ക് കോളേജിൽ പോകണം, പഠിത്തമുണ്ട്. അപ്പോൾ ഈ ഒരു ശനി ഞായറും കൊണ്ട് ഓടി മാക്സിമം പൈസ സമ്പാദിച്ചാലേ ഈ ഒരു അടുത്തൊരാഴ്ചത്തേക്ക് എൻ്റെ വീട് സ്മൂത്തായിട്ട് പോവുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഉച്ച സമയത്ത് ഞാൻ വീട്ടിൽ പോകില്ല. ഞാൻ ടൗണിൽ കിടന്ന് സ്വിഗ്ഗി ഓടും. വൈകുന്നേരം ഒരു 3, 4, 5, 6 മണി എപ്പോഴാണോ എൻ്റെ വീടിൻ്റെ റൂട്ടിൽ എനിക്കൊരു ഓട്ടം കിട്ടുന്നത്. മെയിനായിട്ടും ആലപ്പുഴ ടൗണിൽ നിന്ന് എനിക്ക് അമ്പലപ്പുഴ സൈഡിലോട്ട്, എൻ്റെ വീട് അന്ന് പറവൂരായിരുന്നു, അപ്പം അമ്പലപ്പുഴ അല്ലെങ്കിൽ വണ്ടാനം ആശുപത്രി സൈഡിലോട്ടൊക്കെ ഒരു ഓട്ടം കിട്ടുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒന്നെങ്കിൽ ഫുഡ് കൊണ്ട് കൊടുത്തിട്ട് നേരെ വന്ന് വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നേരെ പിന്നെയും ഓടാനിറങ്ങും. നമുക്ക് അവിടെ ഒരുപാട് നേരം നിൽക്കാൻ പറ്റത്തില്ല, കാരണം ഒരു സോണിനെ പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ സോൺ ഔട്ട് ആക്കും, അപ്പം ഷിഫ്റ്റ് കംപ്ലീറ്റ് ആകത്തില്ല. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പം ആ സമയത്താണ് വിശപ്പിൻ്റെ വിളി അറിഞ്ഞതൊക്കെ ആ സമയത്താണ് കേട്ടോ. അതിന് ഒരു ഫുൾ പട്ടിണിയായിട്ടോ ഒന്നും ഞാൻ പറയണമെന്നില്ല. അത്രയും വലിയൊരു സംഭവം, വലിയൊരു കഷ്ടപ്പാട് അനുഭവിച്ചവനായിട്ടൊന്നും ഞാൻ പറയണമെന്നില്ല. അതൊക്കെയായിരുന്നു ആകെ ഇച്ചിരിയുള്ള ബുദ്ധിമുട്ടുകൾ. രോഹിത് ഇപ്പം സോഷ്യൽ മീഡിയയിലോട്ട് വന്നിട്ട് 3-4 വർഷമായിട്ടുണ്ടല്ലേ? എനിക്ക് തോന്നുന്നത് ഒരു 5 വർഷമെങ്കിലും ആയിട്ടുണ്ട് മിനിമം. അപ്പോൾ തുടക്ക സമയത്ത് രോഹിത് സിംഗിളാണ്. രോഹിത്തിന് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. സിംഗിൾ എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ സിംഗിളാണ്. അതെ അതെ അതെ, കമ്മിറ്റ്മെന്റോ കാര്യങ്ങളൊന്നും. അതെ അതെ. പിന്നീട് അത് ഫാമിലിയിലോട്ട് ആയപ്പോഴോ, ഒരു ഫാമിലി മാൻ ആയിട്ട് മാറിയപ്പോഴോ, ഒരു കല്യാണം കഴിച്ച് കഴിഞ്ഞു. അതെ അതെ അതെ, അത് കഴിഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു രോഹിത്തിന് വന്നത്? മെയിനായിട്ടും സോഷ്യൽ മീഡിയയിൽ ഞാൻ കല്യാണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന ആ ഒരു സമയത്താണ് ഇവളെ എൻ്റെ വൈഫിനെ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ കൂട്ടത്തിൽ സ്ക്രീനിൽ കാണിക്കുന്ന ആ സമയത്താണ്. അപ്പോൾ ആ ഒരു ടൈമിൽ തൊട്ട്, അല്ലെങ്കിൽ കല്യാണത്തിനെ കുറിച്ച് പറയുന്ന സമയം തൊട്ട് എന്നെ തളർത്താൻ നോക്കിയിട്ട് ഞാൻ തളരാത്തത് കൊണ്ട് തന്നെ ഒരു ചെറിയ വിഭാഗം ആളുകൾ കേട്ടോ എങ്ങനെയും ആദ്യം കല്യാണം എങ്ങനെയും മുടക്കാനായിട്ട് മാക്സിമം ഈ പെണ്ണിനെ ഒന്ന് തളർത്തണം, ആ രീതിയിലൊക്കെ ആദ്യം കമൻറ്റുകൾ വരുമായിരുന്നു, അശ്ലീലമായിട്ടുള്ള കമൻറ്റുകൾ വരുമായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ പ്രോപ്പറായിട്ട് ഡീൽ ചെയ്തു. മാക്സിമം ഞാൻ ശ്രമിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏണികളൊക്കെ വന്നാൽ അത് അവളുടെ തലയിലോട്ട് പോകാണ്ട് എൻ്റെ വാ ഞാൻ ഡീൽ ചെയ്തോളാം. അപ്പോൾ ഒരു മോശം കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോപ്പറായിട്ടൊരു റിപ്ലൈ കൊടുക്കും. അതിപ്പോൾ കമൻ്റായിട്ടാവാം, മറ്റൊരു ഒരു വീഡിയോ ആയിട്ട് തന്നെ ആവാം. അപ്പം ഇവനായിക്കോട്ടെ ഇവൻ്റെ പട്ടികയിലുള്ള അല്ലെങ്കിൽ ഇവൻ്റെ രീതി ചിന്തിക്കുന്നവന്മാർക്ക് എന്നോടല്ലേ ദേഷ്യം വരുള്ളൂ. അപ്പോൾ ഇവന്മാരെ എനിക്കല്ലേ അടുത്തൊരു ഏണി ഉണ്ടാക്കാൻ വരുള്ളൂ, നമുക്ക് ഡീൽ ചെയ്യാം. അപ്പം ഉത്തരവാദിത്വം ഇരട്ടിയാണ്. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ വലിയൊരു ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ടൈപ്പ് ആളുകളിലേക്ക് നമ്മുടെ റീച്ച് കൂടുന്തോറും പല ടൈപ്പ് ആളുകളിലേക്ക് എത്തും. നമ്മുടെ കമ്മ്യൂണിറ്റി മാത്രമല്ല, ഒരുപാട് വിഭാഗം ആളുകളിലേക്ക് എത്തുമ്പോൾ റിസ്ക് ഫാക്ടർ കൂടും. അപ്പോൾ നമ്മൾ അത്രയും നമ്മുടെ കൂടെ ഉള്ളവരുടെ സേഫ്റ്റി ഉറപ്പുവരുത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് അതിനകത്ത്. രോഹിത് പറഞ്ഞല്ലോ, വൈഫിന്റെ സോഷ്യൽ മീഡിയയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരുമായിരുന്നു, അല്ലെങ്കിൽ അശ്ലീല കമന്റുകൾ. അതായത് ഈ പണിയെടുക്കുന്നവന് ഒരു പെണ്ണ് കിട്ടിയടാ, ആ രീതിയിലാണ്. സത്യം പറഞ്ഞ സമൂഹം വേറൊരു കണ്ണുകൊണ്ടാണല്ലേ ഈ താഴെത്തട്ടിലുള്ള ആൾക്കാരെ കാണുന്നത്. അതായത് മെയിൻലി ഇതിനകത്ത് എനിക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പെട്ടിരിക്കുകയാണല്ലോ ഈ പൊളിറ്റിക്കൽ സിറ്റുവേഷനിടയിൽ, കിടന്നുള്ള ജീവിതത്തിലുള്ള മുക്കറ ഓട്ടത്തിനിടയിൽ. ചിലവന്മാർ വീട്ടുകാരെ ഭക്ഷണം തിന്ന് മടുക്കുമ്പോഴത്തേക്കും ഇവർ ഫ്രസ്ട്രേറ്റഡ് ആണ്. ആ ഫ്രസ്ട്രേഷൻ തീർക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കമന്റുകൾ ഇട്ടിട്ടാണ്. അതെ, അതായത് മറ്റുള്ളവനെ ഒന്ന് തരം താഴ്ത്തുമ്പോഴോ മറ്റുള്ളവനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോഴോ ആണ് ഇപ്പോൾ ഞാൻ തോൽവിയാണല്ലോ എന്ന് തോന്നുന്ന ഫീലിങ്ങിനേക്കാളും ഞാൻ എന്തോ ചെയ്തു എന്നൊരു ഫീൽ അവർക്ക് ആ ഒരു ബോധം വരുന്നത്. അവരുടെ ഹാപ്പിനെസ് അവരങ്ങനെയാണല്ലോ കണ്ടത്. എക്സാക്ട്ലി, അങ്ങനെയാണ് അവർ തന്നെ സ്വയം ആശ്വസിക്കുന്നത്. അതെ. അപ്പം അങ്ങനെയുള്ളവരെ കൂടെ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെയുള്ളവരും ഏത് അറ്റം വരെ ഇവന്മാർ പോകാൻ റെഡിയാണ്. പക്ഷെ അങ്ങനെയുള്ള കമന്റ്സ് അപ്പം നിങ്ങളുടെ ഇടയ്ക്കുള്ള റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടുണ്ടോ ആ സമയത്ത്? ഇല്ല കേട്ടോ. കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു മേ ബി ആ ഒരു സമയത്തിന് ഒരു 1-2 മാസം മുന്നേ അല്ലെ 1 വർഷം മുന്നെയോ നമ്മൾ പരിചയപ്പെട്ടതാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കല്യാണം അവിടെ തീർന്ന് ആ രീതിയിലാണ് ഇവന്മാരുടെ കമൻസും കാര്യങ്ങളൊക്കെ വന്നെന്ന് വെച്ചാൽ ഞാനാ പെൺകുട്ടിയെ മോശം പറയത്തില്ല, രക്ഷപ്പെട്ടു പോകാനാണെന്നുണ്ടെങ്കിൽ. കാരണം എത്രയെന്ന് വെച്ചാണ് ഇതുപോലത്തെ ഏടുകൾ സഹിക്കുന്നത്. ഇപ്പോൾ നാളെ ആയാലും മറ്റന്നാളായാലും ഇത് ഇരട്ടിച്ചുകൊണ്ടിരിക്കത്തല്ലേ ഉള്ളൂ. സോഷ്യൽ മീഡിയ അങ്ങനെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ നിൽക്കുന്നവന് പെണ്ണ് കിട്ടി എന്ന് പറയുമ്പോൾ, അത് പ്രത്യേകിച്ച് ഈ ക്ലീനിങ് ജോലിയിലൊക്കെ ഉള്ളവനാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ആദ്യം പറയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ ആദ്യം ആ പെൺകുട്ടിയുടെ കയ്യിൽ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. പിന്നെ ഞങ്ങൾ തമ്മിൽ ഒരു 10 വർഷം സ്നേഹിച്ചിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ കമൻസ് ആയിക്കോട്ടെ, കമൻറ്റുകളായിക്കോട്ടെ, ബാക്കി ട്രോളുകളോ വിഷയങ്ങളായിക്കോട്ടെ ഞങ്ങളെ തമ്മിൽ അടുപ്പിച്ചിട്ടില്ല കേട്ടോ. അതിനുള്ള ശക്തിയൊന്നും ഇതിനില്ല.
ഇപ്പോഴും നിങ്ങൾ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്താണോ പോകുന്നത്? അല്ല അതായത് ഇങ്ങനെയുള്ള കമന്റ്സ് ഇന്നേ വരെ നമ്മൾ ജീവിതത്തിൽ ഞാനും അവളും അഡ്ജസ്റ്റ്മെന്റ്സ് നെഹി അതായത് ഞാൻ അവളിലായിക്കോട്ടെ അവൾ എന്നിലായിക്കോട്ടെ എൻ്റെ ഒരു ശീലത്തിലോ സ്വഭാവത്തിലായിക്കോട്ടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജീവിതം നശിപ്പിക്കരുത് എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ തീരുമാനിച്ചത്. പരസ്പരം മനസ്സിലാക്കി തന്നെയാണ് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു സാധനം ഇഷ്ടപ്പെട്ടില്ല അല്ലെ പറ്റണില്ല എന്നുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞേക്കുക. അപ്പോൾ അതിനകത്തിപ്പോൾ ഒരു പാർട്ട്ണറിൻ്റെ ഒരു രീതി ഒരു ശീലം അവന് മാറ്റാനും പറ്റത്തില്ല. അപ്പുറത്ത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന അവൻ്റെ കൂടെയുള്ള പാർട്ട്ണറിന് അത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒരിക്കലും ശരിയല്ല. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി ഞാനാണ് നീയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അതേ രീതിയിൽ റെസ്പെക്ട് ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ പോവുക. അല്ലാത്ത പക്ഷം വേറെ പണി നോക്കുക, അത്രേ ഉള്ളൂ. ഇപ്പം രോഹിത്തിന്റെ വൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിക്കാരി ഒരു നേഴ്സാണല്ലേ? അതെ അതെ. അപ്പോൾ പെട്ടെന്ന് ഇപ്പൊ നേഴ്സിംഗ് ഫീൽഡിൽ നിന്ന് മാറി നിന്നിട്ട് ഇപ്പൊ രോഹിത്തിന്റെ കൂട്ടത്തില് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ ആ പ്രൊഫഷൻ വിടാനായിട്ടുള്ളൊരു കാരണം എന്താണ്? അയ്യോ വിട്ടിട്ടില്ല. അവളുടെ പ്രോസസ്സിങ് നടക്കുവാണ്. അപ്പോൾ ആ ഒരു സമയത്ത് പുള്ളിക്കാരി പ്രോസസ്സിങ്ങിന്റെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആണ്, ഹെൽത്ത് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് അവൾക്ക് എൻ്റെ കൂടെ കറങ്ങി നടക്കണം എന്നുള്ളതുകൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മനസ്സുള്ളതുകൊണ്ട് എൻ്റെ കൂടെ നടക്കുന്നേ ഉള്ളൂ. അല്ലാണ്ട് അവൾ പ്രൊഫഷൻ മാറി വേറെ പ്രൊഫഷനിലോട്ട് കയറിയിട്ടൊന്നുമില്ല. ആക്ച്വലി ഞാനാണ് പ്രൊഫഷൻ മാറി വേറൊരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തത്. പക്ഷേ സ്റ്റിൽ എൻ്റെ വിദ്യാഭ്യാസത്തിലും എൻ്റെ പ്രൊഫഷനിൽ നിന്ന് പഠിച്ച കുറെ പാഠങ്ങൾ എനിക്ക് ഈ പ്രൊഫഷനിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ല അവള് പ്രൊഫഷൻ വിട്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ രോഹിത്തിന്റെ വൈഫ് രോഹിത്തിനെ പോലെ തന്നെ എല്ലാ വീഡിയോസിലും ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കുന്നൊരു വൈഫാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് നെഗറ്റീവ്സ് കാര്യങ്ങൾ വന്നപ്പോൾ ഇപ്പോൾ വൈഫ് എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടോ രോഹിത്തിനോട് നമുക്ക് ഈ സോഷ്യൽ മീഡിയ നിർത്താം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എന്നുള്ളൊരു ബ്രാൻഡ് നിർത്താം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ അവൾ ഇന്നേ വരെ ദൈവം സഹായിച്ച് അതിനകത്ത് അവളോട് മാത്രമേ നന്ദി പറയാനുള്ളൂ കേട്ടോ. അവൾ അങ്ങനെ ഒരു രീതിയിൽ സംസാരിച്ചിട്ടില്ല, പെരുമാറിയിട്ടുമില്ല. അവൾക്ക് എന്നെ അറിയാവുന്നതുകൊണ്ടും ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് അവൾ കൂടെ നിന്ന് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ആ ഒരു രീതിയിലുള്ളൊരു ടോക്ക് വരാഞ്ഞത്. അങ്ങനെ ഒരു സംഭവം വന്നിരുന്നെങ്കിൽ അത് വലിയ അടിയിലോട്ട് പോയേനെ. കാരണം എനിക്ക് എൻ്റെ ഗ്രീൻ ഹൗസിനെ കുറിച്ചിട്ട് ആരും വന്നിട്ട് ഉപദേശിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാരണം നമ്മൾ കഷ്ടപ്പെട്ടൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അത് നമുക്കൊരു കുഞ്ഞിനെ പോലെയാണ്. അപ്പോൾ അതിനകത്ത് ഭാര്യയാണേലും വീട്ടുകാരാണേലും കയറിയിട്ട് ഡയലോഗ് അടിക്കുന്നത് എനിക്ക് ഓക്കെ ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ അവള് ഇന്നേ വരെ അങ്ങനെ ഗ്രീൻ ഹൗസ് നിർത്താമെന്നോ അല്ലെ വേറെ രീതിയിൽ നമുക്ക് എന്താ നീ പറയുന്നത് വേറെ രീതി പറഞ്ഞു നോക്കാമെന്നോ അങ്ങനെയൊന്നും അഭിനയിച്ച് നോക്കാം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരി ചില കാര്യങ്ങളിൽ എനിക്ക് പറയാറുണ്ട്, എടാ അതിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, നിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം. അപ്പം എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഗ്രീൻ ഹൗസിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അവൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം. ചിലപ്പോൾ വീഡിയോ എടുത്തു തരുന്ന അവൾ തന്നെ ആയിരിക്കാം, ക്യാമറ ഡീൽ ചെയ്യുന്ന അവളായിരിക്കാം. പക്ഷെ അവളപ്പം അത് സപ്പോർട്ട് ചെയ്തായിരിക്കും, അതായത് അത് ചെയ്യുക എന്ന് പറഞ്ഞിട്ടായിരിക്കത്തില്ല. പക്ഷേ എൻ്റെ ശരികളിൽ കൂടെ നിൽക്കാനായിട്ട് അവൾ റെഡിയാണെന്നുള്ളതാണ്. അത് ആ കാര്യത്തിൽ ഞാൻ ലക്കിയാണ് കേട്ടോ. വേറെ എവിടെയൊക്കെ എന്തൊക്കെ ഏണി കിട്ടിയെന്ന് പറഞ്ഞാലും സത്യം പറഞ്ഞാൽ പ്രോപ്പറായിട്ട് എന്നെ മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണറിനെ കിട്ടിയത് അത് എന്തോ ഒരു ഭാഗ്യമാണ്. അതിനകത്ത് ബ്ലെസ്ഡ് ആണ്, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞങ്ങൾ റിലേഷനിലുള്ള സമയത്ത് ഇവളുടെ വീട്ടിൽ കുറച്ച് കല്യാണാലോചനയും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഇവള് പറഞ്ഞിട്ടുണ്ട്, എടാ താൽക്കാലികമായിട്ട് ഒരു സ്ഥിര ജോലി നോക്കാൻ ശ്രമിച്ചൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ച്വലി അങ്ങനെ ഞങ്ങൾ അടിയായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് പുള്ളിക്കാരിക്ക് എന്നെ മനസ്സിലായി ഗ്രീൻ ഹൗസ് ഞാൻ എങ്ങനെയാണ് കാണുന്നത്, എൻ്റെ ലൈഫിൽ ഞാൻ ഈ റിസ്ക് എടുക്കുന്നത് ഈ ഒരു പ്രായത്തിൽ ഞാൻ റിസ്ക് എടുക്കാൻ ആയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അതിനകത്ത് ഇടപെടണ്ട എന്നുള്ളതൊക്കെ പുള്ളിക്കാരി അന്നേ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ സത്യത്തിൽ നമ്മളൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കൂടെ നിൽക്കുന്ന ആളുകൾ നമ്മളെ മനസ്സിലാക്കുന്നില്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവർക്ക് ജസ്റ്റ് അതിൻ്റെ താൽക്കാലിക ലാഭം മാത്രം മതിയെങ്കിൽ, അതിപ്പം പാർട്ട്ണർ ആവാം, വീട്ടുകാരോ കൂട്ടുകാരോ ആരും ആവാം കേട്ടോ. അപ്പം താൽക്കാലിക ലാഭത്തിന് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് ഒരുപാട് അവസരം കൊടുക്കാണ്ട് നമ്മൾ നമ്മുടെ ബ്രാൻഡിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പേജിന് വേണ്ടി വർക്ക് ചെയ്യുക, മുന്നോട്ട് പോവുക. അല്ലാണ്ട് നമ്മൾ ബാക്കിയുള്ളവരൊക്കെ ബോധ്യപ്പെടുത്തി അവരുടെയൊക്കെ അനുവാദം മേടിച്ച് അപ്രൂവൽ മേടിച്ചിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടാൻ പോകണില്ല എന്നുള്ളൊരു അത് മനസ്സിലാക്കി വെച്ചേക്കുക ആദ്യമേ. അതാണ് ആകെ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന ആരുടെയൊക്കെ പറയാനുള്ളത്. രോഹിത് നേരത്തെ ഒരുപാട് യൂട്യൂബേഴ്സ് രോഹിത്തിനെ വിമർശിക്കാനുണ്ടായിരുന്നു, എല്ലാത്തിനും റിയാക്ഷൻ വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മളത് കണ്ടിട്ടുമുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും കാണുന്നില്ല. അതെന്താണ് രോഹിത്തെ? ഒന്നാമത്തെ കാര്യം, ഞാൻ
യുവമാരെ ആരെയും വീഡിയോ എടുത്ത് നോക്കാറില്ല. എൻ്റെ മൈൻഡ് സെറ്റിൽ അല്ലെ എൻ്റെ ലൈഫിൽ ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിനിമ കാണാം, എന്തെങ്കിലും ഇൻഫർമേഷൻ ആവശ്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തപ്പിയിട്ട് നമുക്ക് വായിക്കുകയോ അല്ലെ വീഡിയോ കണ്ട് മനസ്സിലാക്കുകയോ പഠിക്കുകയോ ചെയ്യാം. അല്ലാത്ത പക്ഷം ഇതിൻ്റെ പുറകെ യുവമാരുടെയും മറ്റവരുടെയും മറിച്ചവരുടെ അഭിപ്രായം കേൾക്കാതിരുന്നിട്ട് നമ്മുടെ ലൈഫ് തന്നെ നമ്മൾ കളഞ്ഞ് തീർക്കുവാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്താഗതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതെല്ലാം കാണാറില്ല. ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മളെ ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്യാനും ഹരാസ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഇവന്മാർ ഓരോന്ന് ക്രിയേറ്റ് ചെയ്തിടുമ്പോൾ പ്രതികരിക്കാതിരിക്കാനും പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രതികരിച്ചു പോകുന്നതാണ്. പക്ഷെ എന്നാലും ചിലവന്മാർക്കെതിരെ പ്രതികരിച്ച് ഞാനങ്ങ് മടുത്ത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നമ്മൾ പ്രതികരിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ സ്റ്റാൻഡ് പറഞ്ഞെന്ന് പറഞ്ഞാലും അവന്മാർ കേൾക്കുന്നതല്ല അവന്മാർ പറയുന്നത്. അതായത് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വേറെ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ചുമ്മാ ഈ പരദൂഷണം ഓരോ ഗ്രൂപ്പുകൾ കാണുമല്ലോ നമ്മുടെ പരിസരങ്ങളിലായിട്ട്, ചെറിയ ചെറിയ കൂട്ടം കാണും, അയൽക്കൂട്ടം പോലെയൊക്കെ ചെറിയ ചെറിയ കൂട്ടങ്ങളാണ്. ആ ചേച്ചിമാരെക്കാളും കഷ്ടമാണ് യുവമാർ കിടന്ന് ചിലയ്ക്കുന്നത്. അതായത് അതിനേക്കാളും തീരെ നിലവാരമില്ലായിരിക്കും യുവമാർ കിടന്ന് പറയുമ്പോഴത്തേക്ക്. ഒരു കാര്യം സ്ക്രീനിൽ യുവമാർ കാണിക്കുന്നുണ്ട് അവൻ എന്താണ് പറഞ്ഞതെന്ന്, എന്നിട്ട് അതല്ല യുവമാർ വിശദീകരിക്കുമ്പോൾ പറയുന്നത്. ഇത് കാണാനും കേൾക്കാനും ആളുണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് യുവമാർ കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇതെല്ലാം ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടും ഒരു ലൈവ്ലിഹുഡ് മേക്കിംഗ് ആണല്ലോ. കറക്റ്റ് പറഞ്ഞാൽ അരിമാർഗമാണല്ലോ പലരും. അതിനകത്ത് നമ്മൾ കൂടുതൽ ബോധേഡാവാണ്ട് നമ്മളെ രീതിക്ക് പോവാന്നുള്ളതാണ്. പിന്നെ അഥവാ റിപ്ലൈ കൊടുക്കേണ്ട സാധനങ്ങൾക്ക് പ്രോപ്പറായിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക, നമ്മൾ നമ്മുടെ കാര്യം നോക്കുക. അല്ലാണ്ട് അതാണ് ഇപ്പം അതുകൊണ്ടാണ് ബോധേഡാവാതെ നമ്മുടെ കാര്യങ്ങൾ ബിസി ആയതുകൊണ്ട് വിട്ടു പോണതാണ്. അപ്പം ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ഓടി നടക്കുന്ന ഒരു വ്യക്തിയാണ് രോഹിത്. ഇപ്പം അതിൻ്റെ ഒരു സമയമാണ് രോഹിത്തിന്. അപ്പം നമ്മുടെ നാട്ടിലെ സിസ്റ്റം എല്ലാവർക്കും ഒരുപോലെ തന്നെ നീതി കൊടുക്കുന്ന ഒരു സിസ്റ്റം ആണോ? രോഹിത്തിന് എന്താണ് പേഴ്സണൽ ഒരു അനുഭവമാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം അനുഭവത്തിൽ നിന്ന് പറഞ്ഞാലും കാണുന്ന കാഴ്ചകളിൽ നിന്നും പാഠങ്ങളിൽ നിന്നും പറഞ്ഞാലും ഇവിടെ ഇക്വാളിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ്. അതിനകത്ത് പൈസ ഉണ്ടോ, പദവി ഉണ്ടോ, ഇല്ലെങ്കിൽ ഏതെങ്കിലും പദവി ഉള്ളവനായിട്ട് ഹോൾഡ് ഉണ്ടോ എങ്കിൽ കാര്യം നടക്കും. അത് 10 മിനിറ്റിനുള്ളിൽ കാര്യം നടക്കും. അല്ലാത്ത പക്ഷം നീതി ന്യായമൊന്നും കിട്ടണമെന്നില്ല. പിന്നെ പുരുഷന്മാരെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മറ്റേ അണ്ടർ പ്രിവിലേജ്ഡ് ആണ്. അതായത് നമുക്ക് പ്രത്യേകിച്ച് ന്യായമായിട്ട് കിട്ടേണ്ട സാധനം പോലും കിട്ടണമെന്നില്ല. എനിക്കൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇവിടെ വരുന്ന വാർത്തകൾ പലതും പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടിയിട്ട് ഇവന്മാർ മാനിപ്പുലേറ്റ് ചെയ്തെടുക്കുന്ന പുതിയ കഥകൾ മാത്രമാണ്. ഓഫ് കോഴ്സ് ഇപ്പോൾ ഒരു ആണിനെതിരെ ഇപ്പോൾ അവൻ എല്ലാവരെയും നല്ലതായിട്ട് പറയല്ല കേട്ടോ, ആണുങ്ങളെല്ലാം അടിപൊളിയാണെന്നും പറയല്ല. എന്നെ ആദ്യം പറ്റിച്ചത് എൻ്റെ അച്ഛൻ തന്നെയാണ്. അപ്പം ആണുങ്ങളെല്ലാം പക്കയുമല്ല, ആണുങ്ങളെല്ലാം മോശവുമല്ല. പക്ഷെ ഇപ്പോൾ ഒരു വാർത്തയ്ക്കൊരു പവർ കിട്ടാനായിട്ട് അവൻ ഭയങ്കര മോശക്കാരനാണ്, അവൻ പ്രശ്നേഷാണെന്ന് ചിത്രീകരിക്കുമ്പോഴത്തേക്കും അത് നിയമത്തിനെതിരാണ് ഒരാളെ ക്രിമിനലി ഡിഫെയിം ചെയ്യുന്നത്. എങ്കിൽ പോലും മാധ്യമപ്രവർത്തകർക്ക് അത് ചെയ്യാനുള്ളൊരു പവറുണ്ട്, അല്ലെ ഒരു അനുമതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാധ്യമങ്ങൾ ഒരു കാര്യത്തിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ പോലീസുകാർക്കും അവർ പണിയെടുക്കുന്നുണ്ട് എന്ന് കാണിക്കാനായിട്ടുള്ളൊരു അവസരമാണത്. അപ്പോൾ അതിനായിട്ട് പ്രോപ്പർ പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടിയിട്ടുള്ള പോലീസിങ് എന്താണെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അത് ഒരു സിസ്റ്റത്തിലുള്ള എല്ലാവരും അങ്ങനെയാണോ രോഹിത്? അതോ കുറച്ച് ആൾക്കാർ മാത്രം? എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സിസ്റ്റം ബ്രോക്കൺ ആണ്, സിസ്റ്റം കറപ്റ്റഡ് ആണ്. അത് ഞാൻ ഈ ഗവൺമെൻറ്റിനെയോ ആ ഗവൺമെൻറ്റിനെയോ ഈ പാർട്ടിയോ ആ പാർട്ടിയോ ഒന്നും പറയില്ല. സിസ്റ്റം കറപ്റ്റഡ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളാണല്ലോ ഇവന്മാർക്ക് ടാക്സ് കൊടുക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനീതികൾ അന്യായങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിന്ന് എല്ലാവരും നല്ലവരും അല്ല, എല്ലാവരും മോശക്കാരും അല്ല. പക്ഷേ നല്ലവരായിട്ട് ഇതിനകത്ത് നിന്ന് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഒറ്റപ്പെടുത്തത്തേയുള്ളൂ കൂട്ടത്തിലുള്ളവർ. പക്ഷേ സിസ്റ്റത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന പലരും ഇപ്പോൾ ഒരു വേട്ടമൃഗങ്ങളായിട്ടാണ് കാണുന്നത്. ഓഫ് കോഴ്സ്. കാരണം ഇതൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ ഒരു വലിയൊരു കൂട്ടം ആളുകളല്ലേ അഫക്റ്റ് ആകുന്നത്, അല്ലെ വലിയൊരു മാഫിയല്ലേ അഫക്റ്റ് ആകുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെ കൊണ്ട് പറ്റുന്ന പോലെ അവർ പ്രതികരിക്കും, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ പ്രതികരിക്കുക, മുന്നോട്ട് പോകുക. രോഹിത് ഇപ്പോൾ എന്നോട് ഇതൊക്കെ പറയുമ്പോൾ രോഹിത്തിന് പേടിയുണ്ടോ? ഉള്ളല്ലേ, എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം പറയുന്നതിനകത്ത് ഞാൻ എന്തിനാണ് പേടിക്കുന്നത്? പിന്നെ ഇതുകൊണ്ട് റിസ്ക് ഉണ്ടാവും, അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ റിസ്ക് ഉണ്ടാവുമെന്നും പറഞ്ഞുകൊണ്ട് ഒളിച്ചിരിക്കാനോ സേഫ്റ്റി നോക്കി മാറിയിരിക്കാനോ പറ്റുന്ന ഒരാളല്ല ഞാൻ. അതെൻ്റെ ചിലപ്പോൾ എൻ്റെ ഹീറോയിസ് ആവണമെന്നില്ല, എൻ്റെ മണ്ടത്തരമായിരിക്കും. അതാണ് ഞാൻ, അതാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ്, എൻ്റെ ക്യാരക്ടർ. അങ്ങനെ തന്നെ പോവുക എന്നുള്ളതാണ്.
ഇപ്പം രോഹിത്തിൻ്റെ പേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ പല കമൻസും കാണുന്നുണ്ട്. അതിൽ പേഴ്സണൽ ലൈഫിന് താറടിച്ച് കാണിക്കുന്ന രീതിയിലുള്ള കമൻസ് ആണ്. പക്ഷെ എങ്കിൽ കൂടിയും ഗ്രീൻ ഹൗസ് എന്നുള്ള ബ്രാൻഡ് അല്ലെങ്കിൽ അതിൻ്റെ സർവീസ് അതിനെപ്പറ്റി ആൾക്കാർ ഇപ്പോഴും മോശമായിട്ട് പറയുന്നില്ല. പെർഫെക്ഷൻ്റെ കാര്യം എല്ലാവരും മെൻഷൻ ചെയ്യുന്നൊരു കാര്യമാണ്. കറക്റ്റ് പറഞ്ഞാൽ പണി അടിപൊളിയാണ്, ഗുണ വേണ്ട, ഇതാണ് അത്രേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ആക്ച്വലി എൻ്റെ വർക്കിനെ പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടും വൃത്തിയായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നതുകൊണ്ടുമാണ് ആ ഒരു കമൻറ്റ് വന്നതെന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൊണയായിട്ട് പറഞ്ഞാലും വേറെ രീതിയിൽ അവന്മാർക്ക് തോന്നിയാലും ഓക്കെ, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു, അത് അങ്ങനെ തന്നെ. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കുമല്ലോ എടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ പാചകം നിർത്തി ജോലിയിൽ തന്നെയാണോ രോഹിത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ഒരിക്കലും ഇല്ല. പണിയെടുക്കേണ്ട സമയത്ത് പണിയെടുക്കുക, സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കുക. അതിപ്പോൾ ഉമ്മറ ഭാഷ പറഞ്ഞാൽ കൊണയടിക്കാനുള്ള സമയത്ത് അങ്ങനെ കൊണയടിക്കാനാണ് എനിക്ക് തോന്നുന്നതെങ്കിൽ ഞാൻ കൊണ്ടടിക്കും, ഇത്രേ ഉള്ളൂ. അതിനകത്ത് ആരെയും ഞാൻ നോക്കണില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഞാൻ ഇടപെടും, മുന്നോട്ട് പോകും. അതിനകത്ത് നാളെ ഇത് തിരിഞ്ഞ് ഞാൻ മറ്റേ നല്ലവനാകുമോ, ഹീറോ ആയിട്ടൊരു പരിവേഷം കിട്ടുമോ, എനിക്കത് ആവശ്യമില്ല. ഇപ്പോൾ ബീയിങ് ദ വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രിവിലേജാണ്. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നമ്മൾ ആരുടെയും ഇഷ്ടം നോക്കാണ്ട് ഇടപെടാനുള്ളൊരു ഒരു കംപ്ലീറ്റ് ഫ്രീഡമാണ് ആ ഒരു സാധനം. അത് ഞാനിപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട്, അടിപൊളിയായിട്ട് ഞാൻ അതിനെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഡീപ്പ് ക്ലീനിങ് സർവീസ് എന്ന് പറയുമ്പോൾ തന്നെ ഗ്രീൻ ഹൗസ് അല്ലെങ്കിൽ രോഹിത്തിൻ്റെ ഫേസ് ആണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുക്ക് മുമ്പും ബ്രാൻഡുകളുണ്ട്, ഡീപ്പ് ക്ലീനിങ് കമ്പനികൾ ഒരുപാടുണ്ട് ടൗണിലൊക്കെ. പക്ഷേ രോഹിത്താണോ ആദ്യമായിട്ട് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഇങ്ങനെ ക്ലീനിങ് സർവീസ് സ്റ്റാർട്ട് ചെയ്തത്? അതായത് ഡീപ്പ് ക്ലീനിങ് എന്നൊരു ടേമിനെയോ ഡീപ്പ് ക്ലീനിങ് എന്നൊരു പ്രൊഫഷനെയോ കൊണ്ടുവന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്തത് ഒരിക്കലും ഞാനല്ല. ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡീപ്പ് ക്ലീനിങ് ആക്ടിവിറ്റീസിന് അല്ലെ ഒരു ഡീപ്പ് ക്ലീനിങ് കമ്പനിയുടെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ത്രൂ പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ വർക്കുകളൊക്കെ കാണിച്ചുകൊണ്ട് നമുക്കൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാം, നമുക്ക് അങ്ങനെ ഒരു ബ്രാൻഡിങ് സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളത് ഇവിടെ കൊണ്ടുവന്നത്. ആ ഒരു സോഷ്യൽ മീഡിയ ത്രൂ ഉള്ള ജേണി ഇംപ്ലിമെൻറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ്. അതിനകത്ത് ഞാൻ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നാട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടോ വേറെ ഡീപ്പ് ക്ലീനിങ് കമ്പനിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അതായത് പറമ്പ് പണി അല്ലെങ്കിൽ പുല്ല് ചെത്ത് എന്നുള്ളൊരു കൺസെപ്റ്റിൽ ആളുകൾ പറയുന്ന ആ ഒരു പണിയെ ഔട്ട്ഡോർ ഡീപ്പ് ക്ലീനിങ് എന്നൊരു പേരിട്ട് അതിനെ മാക്സിമം സ്റ്റാൻഡേർഡ് ആക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു. അത് അത്യാവശ്യം വർക്ക് ചെയ്യുകയും ചെയ്തു കേട്ടോ. പിന്നെ അതുപോലെ ഈ ഇൻഡോർ ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കമ്പനികൾ ഓൾറെഡി ബാത്റൂം ഡീപ്പ് ക്ലീനിങ്ങും കിച്ചൺ ഡീപ്പ് ക്ലീനിങ്ങും ഒക്കെ അന്നോട്ടേ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ചിലപ്പം കാലങ്ങൾക്ക് മുമ്പ് ഞാനൊക്കെ കുഞ്ഞിലെ ആയിരുന്നപ്പോൾ തൊട്ട് ഇതൊക്കെ ചെയ്യുന്ന കമ്പനികൾ നമ്മുടെ കേരളത്തിലുണ്ട്. കേരളത്തിന് വെളിയിൽ ഉറപ്പായിട്ടുണ്ട്, കേരളത്തിലെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്. അതിനകത്ത് തന്നെ അവരാണേലും വാട്ടർ ടാങ്കിൻ്റെ പണിയെന്ന് വെച്ചാൽ മിക്കവരും പുറത്തുനിന്നൊന്ന് കഴുകി വിടുക, ഒരു ചെറിയ വാട്ടർ ടാങ്ക് കഴുകൽ, അങ്ങനെ ഒരു സംഭവത്തിൽ അങ്ങനത്തെ രീതിയിൽ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്ന പണിയെ അതത്രയല്ല. നമ്മൾ അകത്ത് കയറി ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇത്രയും വൃത്തിയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുമ്പോഴത്തേക്കും അത് നമ്മൾ നോർമൽ കാണുന്ന പോലത്തെ ഒരു പണിയല്ല, അത് കുറച്ച് എക്സ്ട്രാ ശ്രദ്ധ വേണ്ട പണിയാണ്. പണിയുടെ എഫേർട്ടല്ല, ശ്രദ്ധിക്കേണ്ട ബ്രെയിൻ വർക്കാണ് ഡബിൾ എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്. ഇന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, വൃത്തിയുടെ കാര്യങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ ഇത്രയും ശ്രദ്ധിക്കേണ്ടതൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് വാട്ടർ ടാങ്ക് ഡീപ്പ് ക്ലീനിങ് എന്നൊരു പ്രൊഫഷനെയും ഇംപ്ലിമെൻറ്റ് ചെയ്തെടുത്തത് ഞാൻ തന്നെയാണ്. അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഡീപ്പ് ക്ലീനിങ് കൊണ്ടുവന്നത് ഞാനല്ല, സോഷ്യൽ മീഡിയയിൽ ഇതിനെ ഒന്ന് സെറ്റാക്കി എടുത്തത് ഞാനാണ്. രോഹിത്തെ, എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ളൊരു മാന്യത ഉണ്ടെന്നാണ് നമ്മൾ ചെറുപ്പകാലം തൊട്ട് പഠിച്ചിട്ടുള്ളത്. അതെ അതെ. ഇപ്പോൾ IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് അല്ല രോഹിത്ത് ചെയ്യുന്ന ജോലിക്ക് കിട്ടുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും രോഹിത്തിന് തോന്നിയിട്ടുണ്ടോ, ഒരു വേർതിരിവ് തോന്നിയിട്ടുണ്ടോ? വേർതിരിവ് എന്തായാലും ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ പല ടൈപ്പ് ആളുകളാണല്ലോ ചുറ്റുമുള്ളത്. എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ കൊച്ചിലോട്ട് അവരിത് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ല, അവരത് ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് കൊച്ചിലോട്ട് നമ്മൾ പഠിക്കുന്നുണ്ടാവും മാർക്കിന് വേണ്ടിയിട്ട് എല്ലാ ജോലിക്കും അന്തസ്സുണ്ട്, ഡിഗ്നിറ്റി ഓഫ് ലേബർ, അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ. പക്ഷെ ഇത് നമ്മൾ ഉൾക്കൊള്ളുന്നത് പലരും പല രീതിയിലാണ്. ഇപ്പോൾ ഞാനൊക്കെ ആദ്യം പണിക്കൊക്കെ പോകുമ്പോഴത്തേക്കും പല സ്ഥലങ്ങളിൽ നിന്ന് പണി കഴിയുമ്പോൾ, അതായത് പണിക്ക് മുമ്പ് നമ്മൾ പ്രോപ്പറായിട്ട് ഇന്ന പോലത്തെ രീതിയിലായിരിക്കും നമുക്ക് കൂലി വരുന്നത് എന്നുള്ള കാര്യങ്ങളും അത് മാക്സിമം നേരത്തെയൊക്കെ ഞാൻ പറഞ്ഞതിനേക്കാളും നേരത്തെയൊക്കെ പണി ചെയ്ത് തീർത്തിട്ട് ചെന്നപ്പോഴത്തേക്കൊക്കെ ഒരു അങ്കിള്, അതായത് നല്ല പ്രായമുള്ളൊരു മനുഷ്യൻ എന്നെ പോ ഓടിച്ച് ആട്ടി വിടാൻ നോക്കിയിട്ടുണ്ട്. അതായത് 800 രൂപ തരേണ്ട അടുത്ത് 600 രൂപ തന്നിട്ട് അത്രേ ഉള്ളൂ പോ എന്ന് പറഞ്ഞ് ആട്ടി വിടാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ നമുക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ പിന്നെ ശീലമായി മാറി. ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്കാണെങ്കിൽ പോലും അത്യാവശ്യം, അതായത് ഇപ്പം ഗ്രീൻ ഹൗസ് തുടങ്ങിയിട്ടൊരു 4-5 വർഷം ആവുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിലായിട്ട് പോലും നമുക്ക് സോഷ്യൽ മീഡിയ അത്യാവശ്യം നല്ലൊരു റീച്ച് കൊണ്ട് നമുക്ക് എന്തെങ്കിലും നല്ലത് വന്നാലും മോശം വന്നാലും
സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആ ഒരു അനുഭവം ഷെയർ ചെയ്യുക. അപ്പോൾ ആരുടെയും പേരും അഡ്രസ്സും ഇന്നേവരെ നമ്മൾ കസ്റ്റമേഴ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതി ചെയ്തിട്ടില്ല. പക്ഷേ അനുഭവം നമ്മൾ ഷെയർ ചെയ്യുമോ എന്നുള്ളത് അറിയാമായിട്ട് പോലും ചില ആളുകൾ, ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഒരു പുള്ളിക്കാരി ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്കിനൊക്കെ വിളിച്ചു. അപ്പോൾ നമ്മളോർത്ത് ഭയങ്കര പ്രീമിയം കസ്റ്റമർ ആണെന്നുള്ള രീതി, പ്രീമിയം എന്ന് വെച്ചാൽ കാശിൻ്റെ കാര്യത്തിലല്ല, നമ്മളോടുള്ള റെസ്പെക്റ്റിൻ്റെ കാര്യത്തിൽ. പക്ഷെ പണി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നിന്ന് തിരിയാൻ പറ്റണില്ല. പുള്ളിക്കാരി സ്പീഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ചെയ്യാൻ പറ്റുന്നൊരു സ്പീഡിൽ നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് പുള്ളിക്കാരിയൊക്കെ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള കാശേ നമ്മൾ അവിടെ ചാർജ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞതിനേക്കാളും കുറച്ച് എമൗണ്ട് കുറച്ച് കൊടുത്തിട്ട് പോലും ലാസ്റ്റ് പുള്ളിക്കാരി പൈസ തരാനായിട്ട് റെഡി അല്ലായിരുന്നു. വെറും 200 രൂപയെങ്കിലും എനിക്ക് ആ പണിക്കാരൻ്റെ പൈസ കട്ട് ചെയ്ത് തരൂ എന്നാണ് പുള്ളിക്കാരൻ എനിക്ക് പറഞ്ഞത്. അത് നമുക്കിടയിൽ കണ്ടുവരുന്നൊരു വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പം പൈസ ഉള്ളവരും ഇല്ലാത്തവരും വലിയ വലിയ ഷോപ്പിംഗ് മാളുകളിൽ ചെന്നിട്ട് പറയുന്ന പൈസക്ക് കൊടുക്കുന്ന സാധനം റോഡ് സൈഡിൽ ഒരു സാധാരണക്കാരാണ് ബാർഗൈനിങ്. അതെ, ബാർഗൈൻ ചെയ്ത് മേടിക്കുന്ന നമ്മൾ പലരും കണ്ടിട്ടുണ്ട് എല്ലായിടത്തും. ബ്രോ പറഞ്ഞ പോലെ തന്നെ കാശുള്ളവൻ കുറച്ചുകൂടെ കാശിനെ പിടിച്ചിരുത്താൻ ശ്രമിക്കും. പക്ഷേ പിടിച്ചിരുത്താൻ ശ്രമിക്കുന്നതും കൺസേർവ് ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ പക്കയാണ്. അത് അങ്ങനെ ഇരുന്നാലേ പൈസക്കാരനായിട്ട് തന്നെ നിൽക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒറ്റയടിക്ക് താഴെ പോകും. പക്ഷേ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസരം കിട്ടുന്നിടം മുതലാക്കണമെന്നല്ല, അപ്പുറമുള്ളവനെ ചൂഷണം ചെയ്യണമെന്നല്ല. താഴേക്കിടയിൽ ഉള്ളവനെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവന് മാക്സിമം ചൂഷണം ചെയ്യുക, 10 രൂപയെങ്കിലും പോക്കറ്റിൽ മേടിക്കുക, എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് 500 രൂപ പൊട്ടിച്ച് കളയുക. അതാണ് ചില ആൾക്കാരുടെ കൺസെപ്റ്റ്. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. ചില ആൾക്കാരാണ് നമുക്ക് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നത് ഈ ഫീൽഡിന് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. അപ്പം ഏത് ഫീൽഡിൽ പണിയെടുത്താലും എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണിയെടുക്കുന്നതിനുള്ള പൈസ കിട്ടുന്നുണ്ടെങ്കിൽ പണിയെടുത്ത് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. അതായത് ഉറങ്ങാൻ പോലും വിടാണ്ട് മേളിൽ നിന്ന് കോള് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് അൾട്ടിമേറ്റ് ഫ്രീഡം. അത് തന്നെയാണ് വിജയം, അത്രേ ഉള്ളൂ. പിന്നെ കല്യാണ ഫീൽഡിൻ്റെ കാര്യത്തിൽ, കല്യാണ മാർക്കറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പം എൻ്റെ ജോലി ക്ലീനിങ് ആണ്, ഡീപ്പ് ക്ലീനിങ് എന്ന് ഞാൻ പറയും, ക്ലീനിങ് ആണ്. വേറൊരാളുടെ ജോലി ചിലപ്പം മീൻ കച്ചവടം ആവാം, വേറെ എന്തെങ്കിലും ആവാം. ഈ ജോലിയുടെ പേരിലല്ല, ഡെയിലി വേജ് അല്ലെങ്കിൽ ഒരു ചെറിയ മണിക്കൂർ വേജ് അല്ലെ അങ്ങനത്തെ രീതിയിൽ നമ്മൾ പണിയെടുക്കുമ്പോഴത്തേക്കും ഒരു സ്ഥിര വരുമാനം ഇല്ലല്ലോ. ഇപ്പോൾ 10, 5000, 6000 ആണെങ്കിൽ പോലും സാരമില്ലടാ, ഒരു സ്ഥിര വരുമാനം ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം വരുന്ന ചോദ്യം കല്യാണത്തിൻ്റെ കാര്യത്തിൽ. സമൂഹത്തിൻ്റെ ഒരു തെറ്റായ കാഴ്ചപ്പാടാണല്ലോ ശരിക്കും. ഓഫ് കോഴ്സ്. അതായത് ഇവിടുത്തെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിര വരുമാനം ഉള്ളവൻ സെറ്റിൽഡ് ആണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. സ്ഥിര വരുമാനത്തിന് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ പണിയെടുക്കുമ്പോൾ എനിക്ക് ഒരു ദിവസത്തെ ഒരു ടച്ചാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു വാട്ടർ ടാങ്കിൻ്റെ പണിക്കാശാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആ പണിക്കാശ് ഞാൻ പ്രോപ്പറായിട്ട് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സെറ്റാണെങ്കിൽ അത് വരവും ചിലവും നമുക്ക് ഒരു ബോധമുണ്ട്, കാണാൻ പറ്റുന്നുണ്ട് എവിടെ നിന്നൊക്കെയാണ് നമ്മുടെ കയ്യിൽ വരുന്നതെന്നുള്ളതും എങ്ങോട്ടൊക്കെയാണ് ചോർന്നു പോയെന്നുള്ളതും. അത് നമുക്ക് പ്രോപ്പറായിട്ടൊന്ന് മാനേജ് ചെയ്യാനും നോക്കി വെക്കാനും പറ്റുന്നുണ്ട്. അത്യാവശ്യമുള്ളൊരു എമർജൻസി ഫണ്ട് മാറ്റാനും പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ അനുഭവത്തിൽ, എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെറ്റർ കൂലിപ്പണി അല്ലെങ്കിൽ പണി കൂലി അങ്ങനെയുള്ള എന്തെങ്കിലും പണികൾ, അതാണ് ഏറ്റവും ബെറ്റർ. സാലറി വരുമ്പോഴത്തേക്കും എല്ലാ സാലറി കൊടുക്കുന്ന സ്ഥാപനങ്ങളല്ല പറഞ്ഞത്. പക്ഷേ സാലറി ഈസ് എ ഡ്രഗ് എന്ന് പറയുന്നൊരു സാധനം കുറേയൊക്കെ അത് കറക്റ്റാണ്. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. സേഫ് സോണിൽ നിന്ന് പോകുമല്ലേ? എക്സാക്ട്ലി. അത് നമുക്കൊരു ഉറപ്പുണ്ട് ഈ മാസം അവസാനം സാലറി വരും. അപ്പം ഈ മാസം ചിലവുകൾ ഡീൽ ചെയ്ത് പോവാം. പക്ഷേ അടുത്ത മാസത്തെ തുടക്കത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ, ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ കടം മേടിക്കാൻ ഓടണം. മറ്റേന്ന് അതുപോലെ ഒരു അവധി എടുക്കണമെങ്കിൽ 10 പേരെ കാല് പിടിക്കണം. ഒരു അത്യാവശ്യം എമർജൻസി കേസ് വന്ന് വീട്ടിലൊരാൾ ആശുപത്രി കൊണ്ടുപോകാനാണേലും അവിടുന്ന് അവധി കിട്ടുമെന്ന് തിരക്കിയാലേ പറ്റുള്ളൂ. നമുക്കെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സീനില്ല. നമുക്ക് പണിയെടുക്കണം എന്നുള്ള സമയത്ത് പണിയെടുക്കാം. 2 ദിവസം ലീവ് വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പണിയെടുക്കാതിരുന്നാൽ മതി. ട്രോൾ ഇടുന്നവരില്ലേ, അവരോട് രോഹിത്തിന് എന്നാ പറയാനുള്ളത്? ഇപ്പോൾ സ്വന്തമായിട്ട് സ്ക്രാച്ച് ചെയ്യുന്നൊരു കണ്ടന്റ് ബിൽഡ് ചെയ്ത് സെറ്റാക്കാനായിട്ട് ധൈര്യം ഇല്ലാത്ത അല്ലെങ്കിൽ അതിന് കഴിവില്ലാത്തവന്മാരാണ് കണ്ടവൻ്റെ കണ്ടന്റ് എടുത്തിട്ട് അത് വെച്ചൊരു സാധനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, കുറച്ച് കാശ് ഉണ്ടാക്കാനും അരി ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവന്മാർക്കേൽ സ്വന്തമായിട്ട് ഒരു കണ്ടന്റ് ഡെവലപ്പ് ചെയ്യടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർക്ക് അതിനുള്ള കഴിവില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന്മാരെ ഞാൻ ഫോക്കസ് ചെയ്യണില്ല. പിന്നെ എനിക്കൊരു കാര്യം അത്രത്തോളം ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ആരും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ ഞാൻ പ്രതികരിക്കും എന്നേ ഉള്ളൂ. അല്ലാതെ അവന്മാർക്ക് വേണ്ടി അവന്മാർ എന്നെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കിയിരിക്കാനായിട്ട് എൻ്റെ ഈ സമയമില്ല. നമ്മൾ നമ്മുടെ കാര്യത്തിൽ ബിസിയാണ്. സ്വന്തം ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ സ്വന്തം ലൈഫിൻ്റെ കാര്യങ്ങളിലും ഞാൻ എൻഗേജ്ഡ് ആണ്. അതുകൊണ്ട് നിനക്കൊന്നും വേണ്ടിയിട്ട് എനിക്ക് സമയമില്ല എന്നുള്ളതാണ് എനിക്ക് ആകെ പറയാനുള്ളത്.
പിന്നെ കണ്ടവൻ്റെ ലൈഫിൽ കയറിയിട്ട് ഇങ്ങനെ മോശം മാത്രം കമൻറ്റുകൾ എഴുതാനായിട്ടിരിക്കുന്ന കുറേ കമൻറ്റുകളുണ്ട്. അവന്മാരോടും കൂടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ തളർത്താനായിട്ടാണെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫ് മാറ്റി വെച്ച് നിങ്ങളുടെ സമയവും മാറ്റി വെച്ചിട്ടാണ് നിങ്ങൾ ഈ ഇരുന്ന് എഴുതുന്നത്. അതായത് അശ്ലീലമാവാം, അനാവശ്യമാവാം, നിങ്ങൾ ഈ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയം നിങ്ങൾക്കാണ് പോകുന്നത്. ആ സമയം നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് പ്രയോജനം വരുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ ഇച്ചിരി അന്നം മേടിച്ചിട്ട് വീട്ടിൽ റെസ്റ്റ് എടുക്കാം. അല്ലാത്ത പക്ഷം നിങ്ങളവിടെ ഓരോന്ന് ചെയ്തു പോകും. ഞാനതിൽ ബോധേഡാവാണ്ട് എൻ്റെ രീതിയിൽ എൻ്റെ ലൈഫ് ഞാൻ ജീവിച്ചുകൊണ്ടേ ഇരിക്കും. അത്രേ ഉള്ളൂ. ഇത്രയും നേരം രോഹിത്തുമായിട്ട് സമയം ചെലവഴിച്ചു എന്നതിൻ്റെ ഒരു വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്, നമുക്ക് ആരെയും വിമർശിക്കാൻ പറ്റും, പക്ഷേ അയാളുടെ ഭാഗം കൂടി കേൾക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. എന്നിട്ട് ട്രോളാം. ഇപ്പോൾ ട്രോളന്മാരോടാണ് ഞാൻ പറയാറുള്ളത്, ഇത് കേട്ടിട്ട് ചിലപ്പോൾ എന്നെയും ട്രോളാം, പക്ഷേ നമ്മൾ ഒരാളെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വിമർശിക്കാൻ നിൽക്കുക. ഇപ്പോൾ വിമർശിക്കുന്നതിനകത്ത് ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ അപ്പുറത്തെ സൈഡ് കേൾക്കാൻ സൗകര്യമില്ലായിരിക്കാം. അത് കുഴപ്പമില്ല. അവർ വിമർശിക്കാതിരിക്കുകയോ ചെയ്താലും ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ കയറിയിട്ട് അയാളെ ഹരാസ് ചെയ്യാൻ പോകുമ്പോഴാണ് അത് വല്ലാത്തൊരു മോശമായിട്ട് മാറുന്നത്. അതാണ് ആകെ മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും നേരം ട്രാവൽസ് പാർക്ക് മീഡിയയുടെ കൂട്ടത്തിൽ ചിലവഴിച്ച രോഹിത്തിൻ്റെ ഫാമിലി ലൈഫ്, അത് വേറൊരു കാര്യം. ഇപ്പോൾ ഫാമിലി ലൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ രോഹിത്ത് ബിൽഡ് ചെയ്ത് വെച്ച ഗ്രീൻ ഹൗസ് എന്നൊരു ബ്രാൻഡ് ആയിക്കോട്ടെ, നല്ല രീതിയിൽ പോകാനായിട്ട് ഞങ്ങൾ ആശംസകൾ തരുന്നു. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്.